ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ കിരൺ പോവാൻ നേരത്ത് മനോഹർ വീണ്ടും ചോദിക്കുന്നുണ്ട്, കിരൺ സാറേ, എന്റെ മോളെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കാവോ? എനിക്ക് എന്റെ മോളെ അവസാനമായിട്ടൊന്ന് കാണണം കിരൺ സാറേ എന്ന് പറയാണ്. കിരൺ ഇങ്ങനെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാട്ടോ. ശേഷം കിരൺ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, മനോഹറിന്റെ ഈ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുത്താൽ നല്ലതായിരുന്നു, പാവം അവൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാണ് കിരൺ. കിരൺ അപ്പൊ തന്നെ വീട്ടിലേക്ക് പോയിട്ട് ഈ കാര്യം കല്യാണി അടുത്ത് പറയുന്നുണ്ട്. കല്യാണി, ഞാൻ ഇന്ന് മനോഹറിനെ കാണാൻ പോയിരുന്നു, ഡോക്ടറോട് സംസാരിച്ചു. എന്നിട്ട് മനോഹർ എന്ത് പറഞ്ഞു കിരണേട്ടാ? അവൻ ഭയങ്കര വിഷമത്തിലാണ്, എന്തോ മരണം മുന്നിൽ കണ്ട പോലെയാണ് അവൻ സംസാരിക്കുന്നത് എന്ന് പറയാണ്. അല്ല മനോഹർ എന്താ പറഞ്ഞത്? അവൻ വേറെന്ത് പറയാനാ കല്യാണി, അവന്റെ മോളെ കാണണം എന്ന് മാത്രമേ അവൻ പറയുന്നുള്ളൂ. മാത്രല്ല അവൻ അബോധാവസ്ഥയിൽ പോലും കൺമണി മോൾ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഡോക്ടർ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും, അപ്പോ അവന്റെ മോളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് കിരണേട്ട എന്ന് പറയണം. അതെ, പക്ഷേ ഇത് പറഞ്ഞ സരിയും അംഗീകരിക്കില്ലല്ലോ, അവളോട് നമുക്കിത് പറഞ്ഞ് പിടിച്ചു നിൽക്കാനും സാധിക്കില്ല. ഇനിയിപ്പോ എന്താ കിരണേട്ട നമ്മളൊന്നും ചെയ്യാ? തന്റെ അഭിപ്രായം എന്താണ് എന്ന് കിരൺ ചോദിക്കുമ്പോൾ, എന്റെ അഭിപ്രായത്തിൽ മനോഹറിന് ഒന്ന് മോളെ കാണിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, കാരണം അവൻ ഈ അവസ്ഥയിൽ കിടക്കാണ്. മാത്രമല്ല നാളെ ഒരു സമയത്ത് അവൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമുക്കൊരു കുറ്റബോധം തോന്നരുതല്ലോ. അവൻ അവസാനമായിട്ട് അവന്റെ മോളെ കാണണമെന്ന് പറഞ്ഞിട്ട് അത് കാണിക്കാൻ പോലും നമുക്ക് സാധിച്ചില്ലല്ലോ, എന്തൊരു കുറ്റബോധം നമുക്ക് വരാൻ പാടില്ല കിരണേട്ട, അതുകൊണ്ട് കാണിക്കാതായിരിക്കും നല്ലത് എന്ന് കല്യാണി പറയാണ്. താൻ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എനിക്കും വേറൊരു ഇതുമില്ലടോ, പക്ഷെ സരയു അവൾ അറിയാതെ വേണം നോക്കാനായിട്ട്. അതെ, അവൾ ഒരിക്കലും അറിയരുത്. ഒരു കാര്യം ചെയ്യാൻ കിരണേട്ട, നാളെ ഓഫീസിൽ അവൾക്ക് എക്സ്ട്രാ വർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്ക്. അവൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ മോളെയും കൂട്ടിക്കൊണ്ട്, കിരണേട്ടൻ ഓഫീസിൽ തന്നെ ഉണ്ടാവുമല്ലോ, ഞാൻ വേണമെങ്കിൽ കൺമണി മോളെയും കൂട്ടിക്കൊണ്ട് മനോഹറിന്റെ അടുത്തേക്ക് പോവാം. അപ്പോ ഷാരി ആന്റി അറിയില്ലേ, ഞാൻ കൺമണി മോള് എന്റെ ഇപ്പൊ മാനസികാവസ്ഥ ഷാരി ആന്റിക്ക് അറിയാലോ, വെറുതെ മോളെ കളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകാന്ന് പറഞ്ഞ് കൊണ്ടുപോകാം എന്ന് പറയണം. അത് നല്ലൊരു ഐഡിയ ആടോ. എങ്കിൽ താനൊരു കാര്യം ചെയ്, താൻ നാളെ തന്നെ മോളെയും കൂട്ടിക്കൊണ്ട് മനോഹറിനെ കാണാൻ വേണ്ടി പോണം. നാളെ സരിവിന് എക്സ്ട്രാ വർക്ക് ഒക്കെ കൊടുത്ത് ഞാൻ കമ്പനിയെ പിടിച്ചു നിർത്താൻ വേണ്ടി നോക്കാം എന്ന് പറയാണ്. ശരി എങ്കിൽ അങ്ങനെ ചെയ്യാൻ കിരണേട്ട എന്ന് കല്യാണി പറയാട്ടോ. കിരൺ, ശരി എങ്കിൽ നാളെ തന്നെ നമുക്ക് കൺമണി മോളെ മനോഹറിനെ കാണിക്കാം, അവന് വല്ലാത്തൊരു ആശ്വാസമായിരിക്കും എന്ന് കിരൺ പറയാണ്. അങ്ങനെ രാവിലെ തന്നെ സരിയു ആണെന്നുണ്ടെങ്കിൽ ഓഫീസിൽ പോവാതെ മനോഹറിനെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാട്ടോ. അങ്ങനെ സരിയുവിന് മുമ്പിൽ ഒരു വഴി തെളിഞ്ഞു കിട്ടാണ്. എന്തായാലും ഐസിയുവിന്റെ ഫ്രണ്ടിൽ ഡോക്ടർമാരും അതുപോലെ തന്നെ നേഴ്സുമാരും പോലീസുകാരൊക്കെ ഉണ്ടാവും. അവരുടെ കണ്ണ് വെട്ടിച്ച് ഐസിയുള്ളിൽ കിടക്കാന്ന് പറഞ്ഞത് അത് വളരെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, കുറച്ചു പാടാണ്. എങ്കിലും എന്തെങ്കിലും ബുദ്ധി പ്രയോഗിച്ച് പറ്റൂ എന്ന് ഓർക്കുന്ന സരിയുവിന് ആ ഒരു ബുദ്ധി തോന്നുവാണ്. വേറൊന്നുമല്ല, പർദ്ദയിട്ടിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഹോസ്പിറ്റലിനുള്ളിലേക്ക് കടക്കാം. അതിനുശേഷം നേഴ്സിന്റെ ഡ്രസ്സ് എവിടെന്നെങ്കിലും അടിച്ചു മാറിയിട്ട് നേഴ്സിന്റെ ഡ്രസ്സ് ഇട്ട് മാസ്കും വെച്ച് കഴിഞ്ഞാൽ തന്നെ ആരും അറിയാൻ പോണില്ല. ഐസിയുള്ളിൽ പോയിട്ട് മനോഹറിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോകുന്ന നേഴ്സിനെ പോലെ പോയിട്ട് അവനെ ഇല്ലാതാക്കിയിട്ട് തിരിച്ചു മടങ്ങുകയും ചെയ്യാം, ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുന്ന സരിയു രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ. അപ്പൊ കിരൺ ഇങ്ങനെ ഓഫീസിൽ എത്തുമ്പോ തന്നെ ചോദിക്കുന്നുണ്ട്, സരിയു വന്നില്ല, ഇതുവരെ എത്തിയിട്ടില്ലെന്ന് പറയാണ്. അവള് വരുമായിരിക്കും എന്നിട്ട് കിരണും ഇങ്ങനെ കാത്തിരിക്കാട്ടോ. അതേ സമയത്ത് കല്യാണിയാണെന്നുണ്ടെങ്കിൽ രൂപ എടുത്തും ചന്ദ്രസേനും ഈ കാര്യം പറയുന്നുണ്ട്, കൺമണി മോളെ ഞാനൊന്ന് കൊണ്ടുപോവാണ്, മനോഹറിനൊരു അവസാനമായിട്ടൊരു ആഗ്രഹം മോളെ കാണണോ എന്നുള്ളത്, അപ്പൊ അതുകൊണ്ട് അയാളൊന്നും മോളെ കണ്ടോട്ടെ, നമുക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. സരിയു അറിഞ്ഞ പ്രശ്നമാണ്, സരിയു ഇപ്പൊ ഓഫീസിലാണ്, ആ സമയത്താണ് എനിക്ക് മോളെ ഒന്ന് കാണിക്കാൻ പറ്റുക, അതുകൊണ്ട് ഞാൻ മോളെയും കൂട്ടിക്കൊണ്ട് പോകുവാട്ടോ അമ്മേ എന്ന് പറഞ്ഞിട്ട് രൂപ എടുത്തും ചന്ദ്രസേനത്ത് പറഞ്ഞതിന് ശേഷം കൺമണി മോളെയും കൂട്ടിക്കൊണ്ട് കല്യാണി ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ. ആ സമയം തന്നെയാണ്, അതിന് തൊട്ടു മുമ്പാണ് സരിയു ഹോസ്പിറ്റലിലേക്ക് പർദ്ദയൊക്കെ ഇട്ട് വരുന്നത്. അപ്പൊ കണ്ണൊക്കെ മൂടിയിട്ടാണ്, കണ്ണ് മാത്രം കാണിച്ചിട്ടാണ് സരിയു വരുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയ സരിയു ഇങ്ങനെ ഐസിയുവിന്റെ ഫ്രണ്ടിൽ നോക്കുമ്പോഴേക്കും പോലീസുകാർ അവിടെ ഇങ്ങനെ നിൽക്കുവാട്ടോ. പക്ഷെ നേഴ്സുമാരെ ഐസിനുള്ളിൽ കയറുന്നുണ്ട്, തിരിച്ചിറങ്ങുന്നുണ്ട്, കയറുന്നുണ്ട്. അപ്പോ ഈ നേഴ്സുമാരുടെ വേഷത്തിൽ പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലെന്ന് സരിയുവിന് മനസ്സിലാവാണ്. പക്ഷെ ഇവരുടെ വേഷം എങ്ങനെയൊക്കെ ഒപ്പിക്കണമല്ലോ എന്ന് മനസ്സിലാക്കുന്ന സരിയു നേഴ്സിന്റെ വേഷം എടുക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് നേഴ്സിന്റെ പുറകെ തന്നെ പോവാണ്. എന്നിട്ട് അവരുടെ നേഴ്സിന്റെ റൂമിൽ കയറിയിട്ട് അവരുടെ ഏതെങ്കിലുമൊക്കെ ഒരു ഡ്രസ്സ് എടുത്ത് സരിയു ധരിക്കുന്ന കേട്ടോ. ബാത്റൂമിൽ പോയിട്ട് പർദ്ദയൊക്കെ മാറ്റി ബാഗിൽ വെച്ചിട്ട് നേഴ്സിന്റെ ഡ്രസ്സ് എടുത്ത് ധരിക്കാണ് സരിയു. ശേഷം ഒന്നും അറിയാത്ത പോലെ കയ്യിൽ കുറച്ച് സിറിഞ്ചും മരുന്നുകളൊക്കെ ഇട്ട് ഐസുവിന്റെ അടുത്തേക്ക് പോവാട്ടോ. എന്നിട്ട് അവിടെ ഇരിക്കുന്ന പോലീസുകാരെ നോക്കുന്നുണ്ട്. എന്നിട്ട് പോലീസുകാരെ കേറ് എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ സരിയു അകത്തേക്ക് കണ്ട ആരും സംശയമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കേറാണ്. ആ സമയമാണ് കല്യാണി കൺമണി മോളെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ആദ്യം കല്യാണി പോകുന്നത് ഡോക്ടറിന്റെ അടുത്തേക്കാട്ടോ. ഡോക്ടർ, കല്യാണിയല്ലേ, മനസ്സിലായി എന്ന് പറയാണ്.
കിരൺ പറഞ്ഞിരുന്നു കല്യാണി വരുമെന്ന്. ഞാൻ മോളെ അവനൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. നല്ല കാര്യം. അവനാണെന്നുണ്ടെങ്കിൽ ഏത് നേരം ഈ കൺമണിമോള് തന്നെ പറച്ചിലുള്ളൂ. കല്യാണി പറഞ്ഞ അവന് 10-60 പിള്ളേരുണ്ട്, പക്ഷെ ഈ കുഞ്ഞിന്റെ മുഖം മാത്രമേ അവൻ കണ്ടിട്ടുള്ളൂ. ഈ കുഞ്ഞിന്റെ കൂടെ മാത്രമേ അവൻ ഈ 2 വർഷമായിട്ട് ജീവിച്ചിട്ടുള്ളൂ. ചിലപ്പോ ഇതിന് മുമ്പുണ്ടായിരുന്ന കുഞ്ഞുങ്ങളുടെ മുഖം കാണുകയാണെന്നുണ്ടെങ്കിൽ അവൻ നേരത്തെ നന്നായാനെ. എന്തായാലും മോളൊന്ന് കാണിച്ചിട്ട് വരാം. ശരി, കാണിച്ചിട്ട് വാ കല്യാണി. കാരണം അയാളുടെ അവസ്ഥ കുറച്ച് ഗുരുതരാവസ്ഥയിലാണ്. സംസാരിക്കുന്നുണ്ട്, നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഇന്റേണൽ ബ്ലീഡിങ് നല്ല രീതിയിൽ തന്നെയുണ്ട്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് കാണിച്ചിട്ട് വരണം കേട്ടോ. ഇൻഫെക്ഷൻ ഒന്നും ആവരുത്, മാസ്ക് വെച്ചിട്ട് കയറിക്കോളാനൊക്കെ ഡോക്ടർ പറയണം. അങ്ങനെ കൺമണി മോളെയും കൂട്ടിക്കൊണ്ട് കല്യാണി ഐസിയുള്ളിലേക്ക് കയറുമ്പോ അവിടുത്തെ പോലീസുകാർ ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കുമ്പോ ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ട് ഞാൻ കിരണിന്റെ വൈഫാണ്, കല്യാണിയാണ് എന്നൊക്കെ പറയാണ്. മനസ്സിലായി മാഡം, കേറിക്കോ എന്ന് പറയാണ്. അങ്ങനെ കല്യാണി ഐസിയുള്ളിലേക്ക് കയറാൻ പോണ സമയത്താണ് അതിന് തൊട്ട് മുമ്പ് സരിയു കയറിയിട്ട് മനോഹറിനെ കൊല്ലാൻ വേണ്ടി നോക്കുന്ന കാഴ്ച കാണിക്കുന്നുണ്ടല്ലോ. അങ്ങനെ സരിയു ഇങ്ങനെ തലോണിങ്ങനെ അമർത്തി മനോഹർ ഇങ്ങനെ മരണവെപ്രാളം കാണിക്കുന്ന സമയത്താണ് കല്യാണി കൺമണി മോളെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് കയറുന്നിട്ട്. അത് കാണുന്ന കല്യാണിക്ക് ഷോക്ക് ആവാണ്. കല്യാണി മോളെ നിന്നിട്ട് സരിയുവിനെ പിടിച്ച് മാറ്റുവാട്ടോ. കല്യാണി നീ മോളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നല്ലേ, അപ്പൊ നിങ്ങൾ എന്നെ ചതിക്കുമായിരുന്നല്ലേ. സരിയു നീ എന്ത് കാണിക്കണത്, ഡോക്ടർ, നേഴ്സ്, പോലീസ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. ആരെങ്കിലും ഓടി വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സരിയുവിനെ എല്ലാരും കൂടി പിടിച്ച് അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോവാണ്. കൺമണി പെട്ടെന്ന് മനോഹറിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുമ്പോഴേക്കും ഡോക്ടർമാരൊക്കെ വന്നിട്ട് എല്ലാരും ഒന്ന് പുറത്തേക്ക് പോണെന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും പുറത്തേക്ക് ആക്കുന്നുണ്ട്. അപ്പൊ മനോഹറിന്റെ കൺമണി മോളെ ജസ്റ്റ് ഒന്ന് കാണാൻ മാത്രമേ പറ്റുന്നുള്ളൂ. മനോഹറിന് ശ്വാസം എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എല്ലാരും പുറത്തേക്ക് ആക്കാണ്. സരിയുനാണെങ്കിൽ ആകെ ദേഷ്യം വരും കേട്ടോ. കല്യാണി നിങ്ങൾ ദേഷ്യത്തിൽ നോക്കാണ്. സരിയുവിനോട് കല്യാണി പറയുന്നുണ്ട്, സരിയു നീ എന്ത് ഉദ്ദേശിച്ചാണ്, നീ എന്തിനാ മനോഹറിനെ കൊല്ലാൻ വേണ്ടി ഇവിടെ വന്നത്? നിനക്കെന്താ ജയിലിൽ പോയി കിടക്കണമെന്ന് അത്ര ആഗ്രഹമാണോ? അതൊക്കെ അവിടെ പോട്ടെ, എന്റെ മോളെ അവനെ കാണിക്കരുതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാണ്, നിങ്ങൾ അതെനിക്ക് വാക്കും തന്നതാണ്, എന്നിട്ട് നിങ്ങൾ അത് തെറ്റിച്ചു അല്ലേ എന്ന് സരിയു ചോദിക്കുമ്പോ കല്യാണി പറയണ്ട്, സരിയു ഞങ്ങൾ പറഞ്ഞത് നീ ഒന്ന് കേക്ക്. എന്തൊക്കെ പറഞ്ഞ അവൻ എത്ര ദുഷ്ടനാണ്, ശരിയാണ്. പക്ഷെ ഇവളുടെ ഈ കൺമണി മോളുടെ ശരീരത്തിൽ ഓടുന്ന ബ്ലഡ് മനോഹറിന്റെ ബ്ലഡ് ആണ്, അത് നീ സമ്മതിച്ചേ പറ്റൂ. പിന്നെ അവൻ എങ്ങാനും മരിച്ചു കഴിഞ്ഞാ അയ്യോ നാളെ ഇത് ചെയ്തിരുന്നെങ്കിൽ അവനൊന്ന് ആശ്വാസമെങ്കിലും ആയെന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു ആശ്വാസം അവനാവണ്ട, അവൻ എന്റെ മോളെ കാണണ്ട, നിങ്ങൾ ഇനി മുതൽ എന്റെ ശത്രുക്കളാണ് എന്നൊക്കെ സരിയു പറഞ്ഞിട്ട് അവിടെ ദേഷ്യത്തിൽ ഇറങ്ങി പോകാട്ടോ. കല്യാണിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കല്യാണി അപ്പൊ തന്നെ ആ കാര്യം കിരണിന്റെ ഫോണിലേക്ക് വിളിക്കേണ്ട, കിരണേട്ടാ ഇവിടെ കാര്യങ്ങളൊക്കെ ആകെ അവതാളത്തിലാണ്. സരി ഇവിടുന്ന് പോയ കാര്യം ഞാൻ ഇപ്പോഴാ കല്യാണി അറിഞ്ഞത്. അവള് രാവിലെ തന്നെ ഇവിടെ എത്തിക്കിരണേട്ടാ. അവള് മനോഹറിനെ കൊല്ലാൻ വേണ്ടി ഐസിയുടെ ഉള്ളിൽ കയറി മനോഹറിനെ കൊല്ലാൻ വേണ്ടി പോണ സമയത്താണ് ഞാൻ കൺമണി മോളെയും കൂട്ടിക്കൊണ്ട് ഐസിയുടെ ഉള്ളിലേക്ക് കയറിയത്. ആ കാഴ്ച കണ്ട് ഞാൻ അവളെ പിടിച്ചു മാറ്റി. അവൾക്ക് എന്നോട് ദേഷ്യം തോന്നി, കൺമണി മോളെ കൊണ്ടേ കാണിച്ചതിൽ. അതില് ഭയങ്കര പരാതി പറിച്ചിലും ദേഷ്യത്തിലൊക്കെയാണ് എന്നോട് വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയത്. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടില്ല, അവൾ എവിടെ പോയെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണിക്കും ആകെ ടെൻഷൻ ആവാട്ടോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് നല്ല ഭാഗങ്ങളാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് കേട്ടോ. എന്തായാലും കല്യാണിയും സരിയും പരസ്പരം കാണുന്ന ഭാഗം തന്നെയാണ് നാളത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.